GDS ജൂലൈ 2024 കേരള സർക്കിളിൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിവിഷൻ ഓഫീസിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. രജിസ്ട്രേഷൻ നമ്പറും പിന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കും പിന്നെ നിങ്ങൾ ഏത് ഡിവിഷനിലാണ് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടി ചെല്ലേണ്ടത് ആ ലിസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 3, 2024 മുൻപ് ഷോർട്ട് ലിസ്റ്റ് ആയവർ ഈ ഒരു ഡിവിഷനിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷന് പോകുമ്പോൾ ഒറിജിനലും പിന്നെ 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും വേണം. അപ്പോൾ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെക്ക് ചെയ്യേണ്ടത് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട സൈറ്റ് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് GDSൻ്റെ സൈറ്റ്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്, ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് വെബ്സൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ 2024 ലിസ്റ്റ് 1 ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് പബ്ലിഷ്ഡ് ഫോർ സർക്കിൾസ്. അതിൽ കേരളയുടെ ലിസ്റ്റും പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേരള പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന റിസൾട്ടിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ 2024 ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഏതാണോ കേരള സെലക്ട് ചെയ്താൽ കേരള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്നുള്ളത്.